Guys, welcome to another gaming video in SM Gaming. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വീണ്ടും കളിക്കാൻ പോകുന്നത് ബ്ലോക്ക് ഷൂട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്തു ആവശ്യത്തിന്. അപ്പോൾ ഗൈസ് ഞാൻ വേറൊരു കാര്യം പറയാം. അപ്പോൾ ഗൈസ് നമ്മുടെ റോബ്ലോക്സിൻ്റെ അത് ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ഷർട്ട് സെല്ലിങ് ബിസിനസ് നടത്താറുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഇങ്ങനെ ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അത് കുറേ പേര് തന്നെ ഈ ഷർട്ട് ഉണ്ടാക്കാൻ തന്നെ കുറേ ക്യാഷൊക്കെ കൊടുത്തായിരിക്കും നിങ്ങൾ കുറേ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ആപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഷർട്ട് ഉണ്ടാക്കി റോബ്ലോക്സിൻ്റെ, മൈൻക്രാഫ്റ്റിൻ്റെ, ടിക്ടോക്ക് അങ്ങനെ ഒത്തിരി ഷർട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. സ്കിൻസ്, പാൻസ്, ടീഷർട്ട്സ്. അപ്പം ആ ആപ്പിൻ്റെ പേര് കസ്റ്റം യൂസ് എന്നാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ആ ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ സാധനവും നമുക്ക് കുറേ ഷർട്ട്, ടീഷർട്ട്, പാൻസ്, അങ്ങനെ ഹുഡി, കുറേ മീൻസ് നമ്മുടെ എല്ലാ അവതാർ ഐറ്റംസ് എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ആ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം. ആപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. നമുക്ക് ഇപ്പം അത് അപ്ലോഡ് ചെയ്യാൻ, നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്തായാലും ഷർട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് 10 റോബക്സ് കൊടുക്കണം. ബട്ട് അല്ലാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ റോബക്സ് കൊടുക്കണം കേട്ടോ. അതിനെക്കുറിച്ച് വലിയ ചേഞ്ചൊന്നുമില്ല. അപ്പോൾ റോബക്സ് എന്തായാലും നമ്മൾ കൊടുക്കണം. 10 റോബക്സ്, 10 റോബക്സ്. അപ്പോൾ ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തിപ്പോൾ കുറേ ഷർട്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഈ റോബക്സ് മാത്രമേ ഇല്ലാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പബ്ലിഷ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം 10 റോബക്സ് ഇപ്പോൾ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള റോബക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഷർട്ട് വെച്ച് നിങ്ങൾക്ക് കുറേ ബ്ലോക്ക് ഷർട്ട് ഉണ്ടാക്കാം. പക്ഷേ ഉണ്ടാക്കി നമുക്ക് വയ്ക്കാൻ പറ്റും. പക്ഷെ പബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റേ ആപ്പിൻ്റെ അകത്ത് നമ്മുടെ വെബ്സൈറ്റിൽ, റോബോക്സ് വെബ്സൈറ്റിൽ കയറുമ്പോഴൊക്കെയാണ്. അല്ലാതെ നമുക്കല്ലാതെ ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ അത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ജംഗിളിൽ പോയൊരു ഫ്രൂട്ട് റോൾ ചെയ്താലോ എന്ന് വിചാരിക്കുക. ഓക്കേ, ആരുമില്ല ഇവിടെ തൽക്കാലത്തേക്ക്. ഏതെങ്കിലും വരും കേട്ടോ ആരെങ്കിലും ഇങ്ങോട്ട്. അപ്പോൾ ഒരു പുതിയൊരു കോഡ് എന്തായാലും പറഞ്ഞു തന്നിട്ടുണ്ട്. /kit gaming എന്ന് പറഞ്ഞൊരു കോഡ്. അത് ഞാനൊന്ന് ചെയ്ത് നോക്കിയാൽ വിചാരിക്കുക. /kit gaming ഓക്കെ, /kit gaming ഓക്കെ. ഞാനിത് അങ്ങനെ ഇട്ടിട്ടുണ്ട്. അയ്യോ ആയിട്ടില്ല കേട്ടോ, കിറ്റ് ഗെയിമിംഗ് ആയിട്ടില്ല. ഓക്കെ, ഞാൻ കിറ്റ് ഗെയിമിംഗ്. ഓക്കെ, എനിക്കൊക്കെ 2 ടീൻ്റെ ആവശ്യമുണ്ടെന്നാ. കിറ്റ് ഗെയിമിംഗ് അത് നോക്കാം കേട്ടോ. _hats എന്നുണ്ട്. അയ്യോ, എനിക്ക് നല്ല റിസ്ക് ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഏതാ ഫ്രൂട്ട്? ചോപ്പാണ് ഗൈസ്, വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പം അവന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് എന്തായാലും ഗൈസ് ഡയമണ്ടിൻ്റെ ആവശ്യമില്ല. ഓക്കെ, PvP ഉണ്ടോയെന്ന് ചോദിച്ചോക്കട്ടെ. PvP
ഇപ്രാവശ്യം ഞാനല്ല ടോപ്പിൽ. നേരത്തെ ഞാനായിരുന്നു ടോപ്പിൽ, ഇപ്പം ഞാനല്ല ടോപ്പിൽ. ഓക്കെ, അവൻ മീന്ന് പറഞ്ഞു. അപ്പം മറ്റേ അവൻ കയ്യിൽ മീൻ യൂസ് ചെയ്യായിരിക്കും. ആരാണ് ഇപ്പം നൈറ്റ് വിങ് മാഗ്മ. എനിക്ക് നൈറ്റ് വിങ് ഭയങ്കര കുറവാണ്. പക്ഷെ പിന്നെ കൈസ് എന്തോ മാഗ്മ യൂസേഴ്സാണ്, അവർക്കൊക്കെ ഒരു ലക്കുണ്ട്. അതെ, സേവർ. എനിക്ക് ചുമ്മാ സേവറിനൊന്ന്. ഓക്കെ ഗൈസ്, എൻ്റെ പിന്നെ മേളിൽ മക്ക PvP ആണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പിന്നെ മേളൊരു ബുദ്ധ യൂസറൊക്കെ ഉണ്ട്. എൻ്റെ പിന്നെ അപ്പോൾ ഗൈസ് നല്ല ഇതാന്ന് തോന്നുന്നു ഇവിടെ. ഗൈസ് എന്താണ് ഗൈസ്? ഓ, ബുദ്ധ യൂസർ വീണ്ടും ഗൈസ്, ഒരു ബുദ്ധ യൂസർ. എനിക്ക് ഈ ബുദ്ധേനെ ഒന്ന് എടുത്താലോ? എൻ്റെ ചുമ്മാ മേത്തോട്ടൊന്ന് കാല് വെച്ചതാ, അപ്പത്തേക്കും കൊണ്ട് ഞാൻ തീർന്നുപോയി. അപ്പം ഞാൻ വിചാരിക്കുക ഗൈസ്, നമുക്ക് ഈ പ്രിസണിലോട്ടൊന്ന് പോയാലോ ഒന്ന്. അതിന് മുമ്പ് അതിങ്ങനെ ആധാരം. ഓക്കെ, ഞാനിപ്പോൾ പ്രിസണിലോട്ട് പോയാലോ എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് പ്രിസണിലോട്ട് ഇപ്പം നേരെ പോവാം കേട്ടോ. നമുക്ക് ആദ്യം കൊളോസിയത്തിൽ നിന്ന് ഒരു പ്രിസണിലോട്ട് പോകുന്ന ഒരു വേ ഉണ്ട്. അത് ഞാൻ ഈ ഫ്രോസൺ വില്ലേജൊക്കെ വഴി പോകുന്നതാണ് ഗൈസ്. അത് ഞാനിപ്പോൾ സാധാരണ പ്രിസണിലോട്ട് പോകുമ്പോൾ ആ വഴിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ നേരെ ഫ്രോസൺ വില്ലേജിലോട്ട് ഞാൻ പോവുക. ഫ്രോസൺ വില്ലേജ്. അപ്പം നമ്മളിപ്പോൾ ഫ്രോസൺ വില്ലേജിലെത്തി. ഓക്കെ, ഇപ്പം അങ്ങോട്ട് പോകുമ്പോഴാണ് എനിക്ക് മറ്റേ ഞാനിപ്പോൾ പ്രസ് ഇവിടെ എവിടെയോ കണ്ടല്ലോ. ഓക്കെ, സോഴ്സ് സ്പോണായിരുന്നു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഇവിടെ പ്രസ് അവിടെയാണോ? ആ സൈഡിലാണെങ്കിൽ കുഴപ്പമില്ല. ആ സോയിനെ ഞാൻ ഇപ്പം ഒത്തിരി പ്രാവശ്യം കില്ല് ചെയ്തതാണ്. ഓക്കെ, ഞാനായിരിക്കും ഇപ്പം മറ്റേ ഏതായിരുന്നു സ്വാൻ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല ഗൈസ്, സ്വാൻ വന്നിട്ടില്ല. പക്ഷേ ചീഫ് വാർഡൻ എന്നൊക്കെ പറഞ്ഞ് ചീഫ് വാർഡനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ചീഫ് വാർഡനെ തെറിപ്പിച്ചു വിട്ടു ഗൈസ്. ഓക്കെ, ദേ പോയി കിടക്കുന്നു. ചീഫ് വാർഡൻ
ചീഫ് വാർഡനാണ് കഴിച്ചത്. ഇപ്പം ഞാനിപ്പം ഓക്കെ ഓക്കെ ഇപ്പോൾ ചീഫ് വാർഡനെ കൊണ്ടിട്ട് നമുക്ക് നേരെ വാർഡനെടുത്തോട്ട് പോകാം. എടാ 1 സ്ട്രൈക്കിൽ തന്നെ തീർത്തു. കേട്ടോ നിൽക്കുന്നു ഗൈസ്, നിൽക്കുന്നു. അവിടെ പോയി അതേ വന്നു. അതെങ്ങനെ എനിക്കത് മനസ്സിലായില്ല കേട്ടോ, എനിക്കിത് മനസ്സിലായില്ല. അതിങ്ങനെ ഞാനത് ഇപ്പം ഓക്കെ 75 ആയി. ഇപ്പം എനിക്ക് വന്ന മറ്റേ ഇതായിരിക്കുന്ന ആരായിരുന്നു? അപ്പം എനിക്ക് തോന്നുന്നു ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ ഇതില്ലേ, അപ്പം ഇതായിരിക്കുന്ന ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞ ബോസ്. ഗ്ലാഡിയേറ്റർ വലിയ പവർഫുൾ ഒന്നുമല്ല എനിക്ക് തോന്നാൻ, ഒട്ടും പവറില്ല എനിക്ക് തോന്നാൻ. ടോഗ വോറിയറിനെ പോലെ അല്ല എന്നെനിക്ക് തോന്നുന്നു. ടോഗ വോറിയർ അതിലും വീക്കാ, ടോഗ വോറിയറിനെക്കാട്ടും ഇത്രയും കൂടെ പവറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 76 തന്നെ ആവുകയാണെങ്കിൽ പോലും പിന്നെ ഗ്ലാഡിയേറ്ററിന് തന്നെ ടച്ച് ചെയ്ത് എനിക്കൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ അത് ബോസല്ല ചേട്ടാ. അതെ വാർഡൻ ഇവിടെ തന്നെ ഞാനിപ്പോൾ കണ്ടപ്പോൾ ചോറാണെങ്കിൽ കണ്ടുവച്ചവരാണെങ്കിൽ ഇപ്പം ഓക്കെ ഇപ്പം ഇതുവരെ ഞാൻ ഒരു ഐലൻഡിൽ പോലും 3 ബോസ് ഒറ്റയടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ സ്റ്റേറ്റ്സ് ഒന്ന് ചേർക്കാം. ഓക്കെ PvP നമുക്ക് എനേബിൾ ചെയ്തേക്കാം കേട്ടോ. എനിക്കിപ്പോൾ കോഡ്സ് ഒന്നും വലുതായിട്ട് എനിക്കറിയില്ല കേട്ടോ. എനിക്കിപ്പോൾ അങ്ങനെ കോഡൊന്നും മറൈൻ ഫോട്ടോസിലോട്ടൊന്ന് ടെലിപ്പോർട്ട് ആയാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വൈസ് അഡ്മിറൽ അവിടെ ഉണ്ടോ ഞാനത് നോക്കട്ടെ. യെസ് അവിടെ ഉണ്ട്. ഞാനിപ്പോൾ നേരെ പോയി ഇവിടെ നിന്ന് ആദ്യം വൈസ് അഡ്മിറൽ എടുക്കട്ടെ. ഓക്കെ കേട്ടോ. ഓക്കെ ഇത് കിറ്റ്സൂനെ പ്രോയാണോ? ഓക്കെ കിറ്റ്സൂനെ പ്രോനെ നമുക്കെന്നാ തീർക്കാട്ടോ.
ഓക്കെ, കിഡ്സിനെ പ്രോനെ ഒന്ന് തീർക്കാം. ഗൈസ് പുറകീന്നൊന്ന് അറ്റാക്ക് ചെയ്തു കേട്ടോ. എന്ന് വെച്ചാൽ എനിക്കറിയാം. അതെ 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 അതെ. കം കിഡ്സിനെ പ്രോന്ന് ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഇത് കിഡ്സൂനെ പ്രോ എന്നാണ് പറയുന്നത്, പക്ഷെ അത് ഹെറുവ പ്രോ എന്നാണ് കാണിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല കേട്ടോ അത്. അതെ 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 സിയന്മാരെ സോമൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നു, വയസ്സ് ബുദ്ധൈസറിൻ്റെ കൂടെ ഒക്കെ വന്നു എന്നെ തോപ്പിക്കാനായിട്ട്. അവന് തന്നെ തോപ്പിക്കാനറിയില്ല, എന്നിട്ട് എൻ്റെ ബുദ്ധൈസസിൻ്റെ കൂടെ വന്നേക്കുന്നു. ഞാൻ ഇവിടെ ചുമ്മാ എൻ്റെ ബുദ്ധ യൂസർ ഫ്രണ്ടിൻ്റെ കൂടെ വന്നേക്കുന്നു പോലും. നടക്കുന്നു എൻ്റെ ബുദ്ധ യൂസർ ഫ്രണ്ട് ഇവിടെ നിൽക്കുന്നു. അവിടെ രേവൻ ഞാൻ വിചാരിക്കുക എനേബിൾ ചെയ്താലോ ഒന്ന്. ഓക്കെ 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 തീർത്തു. തൽക്കാലത്തേക്ക് ഇവിടെ നിൽക്കുകയാണ്. അവൻ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. നമുക്ക് അവനിവിടെ ഉണ്ടോയെന്ന് നോക്കാം. എല്ലാ ദിവസവും ഇവിടെ ഇവിടെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു അവൻ വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനിയിപ്പോൾ എല്ലാം അവനെന്തേ ഓക്കെ പോയി ഐസ്. അവൻ വിട്ടുപോയി. അവനവൻ്റെ സ്ഥലം നോക്കി പോയി ഐസ്. അവൻ എന്നോട് PvPക്കിലായിരിക്കും. ആദ്യത്തെ പ്രാവശ്യം ഞാൻ അവനെ തീർത്തു. രണ്ടാമത്തെ പ്രാവശ്യം അവൻ എന്നെ എന്താ കൊന്നു കളഞ്ഞു. മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവനെ വേണ്ടി കൊന്നു. എന്നിട്ടിപ്പോൾ ഞാൻ വേറെ 5 പ്രാവശ്യം വേറെ എക്സ്ട്രാ ചെയ്തു. ഞാനിപ്പോൾ വേറെ 2 പ്രാവശ്യം എക്സ്ട്രാ ചെയ്തു. ഓക്കെ, ഇവിടെ സ്കൈലാൻസ് ഇങ്ങനെ വന്നാൽ എൻ്റെ ഇതിപ്പം 84 ഉള്ളൂ. ഇപ്പം എൻ്റെ കയ്യിൽ മറ്റേ ഇതില്ല കേട്ടോ. ലെതർ ഞാൻ തീർന്നു പോയി. എൻ്റെ ഇപ്പം ലെതർ സാധാരണ ഇവിടെ ആണെങ്കിലും ഫ്രൂട്ട് സ്പോണൊന്നും ഡീസ്പോൺ ആവില്ല. ഞാനിപ്പോൾ 2-3 പ്രാവശ്യം ഇവിടെ ഫ്രൂട്ടൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ 2-3 പ്രാവശ്യം ഇവിടെ ഇങ്ങനെയൊക്കെ ഫ്രൂട്ട് കിടക്കാറുണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇവിടെ, രണ്ടാമത്തെ പ്രാവശ്യം ഗ്ലാഡിയേറ്ററിൻ്റെ അവിടെ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫ്രൂട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഗ്ലാഡിയേറ്റർ എടുക്കട്ടെ. ഇവിടെ ആയിരിക്കും കിടക്കുക. ഞാൻ നേരത്തെ പ്രാവശ്യം കണ്ടപ്പോൾ ഈ കല്ലിൻ്റെ അപ്പുറത്തായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇപ്രാവശ്യം വല്ല ഫ്രൂട്ടൊക്കെ കിട്ടുമെന്നത്. എനിക്കൊരു ഫ്രൂട്ട് നോട്ടിഫയർ വാങ്ങിക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു ഫ്രൂട്ട് നോട്ടിഫയർ വാങ്ങിച്ചേക്കാം. ഇപ്പം എത്ര 8 വരെ തീർക്കണോ? പിന്നെ അത് ഇതൊന്നും അറിയില്ലേ. അപ്പോൾ 2 പേരും തീർക്കലേക്കാണ്. ഇത് ഇവിടെ ഒരാളും കൂടെ ഉണ്ടാവേണ്ടതല്ലേ.
ഇല്ല ആകെ 2 പേരുള്ളൂ. ഇതിപ്പോൾ 2 ഉള്ളോ? ഓക്കെ, ഇപ്പോൾ 2 പേരും 2 സൈഡിൽ വരും. മറ്റേ പുള്ളിക്കാരനെ കാണാനില്ലല്ലോ, ഒരുത്തന്നെ ഉള്ളൂ. സ്ക്രാപ്പ് കിട്ടുമോ? കിട്ടുമോ? എനിക്കറിയില്ല. സ്ക്രാപ്പ് മെറ്റീരിയൽ അതേ ഇരിക്കുന്നു. സ്ക്രാപ്പ് മെറ്റീരിയൽ കിട്ടില്ല, അത് ചിലപ്പോഴാണോ കിട്ടുന്നത്. അപ്പം ഞാനിവിടെ ഇതാ പറന്നുപോയി. അടിക്കുന്നു. ഓക്കെ, ഇതിൻ്റെ ലെവലപ്പാണ്. ആൽഫബ് വേഗം കിട്ടട്ടെ. ഓക്കെ, ആൽഫാവേ വേഗം വാ, വേഗം വാ, വേഗം വാ, വേഗം വാ, വേഗം വാ. എനിക്കിപ്പോൾ 3 വെപ്പൺസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓക്കെ, അപ്പം ഞാനിപ്പം സോഡ് വെച്ച് കൊല്ലുമ്പോഴാണോ മറ്റേ ഈ സ്ക്രാപ്പ് മെറ്റീരിയൽ കിട്ടുന്നത്? ഓക്കെ, ലെവലപ്പായി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സ്പോൺ കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ല, ഇതൊരു സ്പോണായിട്ടില്ല ഗൈസ്, ഇതായിട്ടില്ല. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് എനിക്കാണ് എൻ്റെ അടുത്ത് ഒരാളിപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരാളെ കൊണ്ട് കഴിഞ്ഞു. നമുക്ക് കാണാനില്ലല്ലോ,
ഇനി എണ്ണത്തിനും കൂടെ തീർത്താൽ മതിയായിരിക്കും. എന്ത് അതാ നിൽക്കുന്നത്. ഓക്കെ, ടീച്ചർ കോക്കോ ബ്ലാക്കിൻ്റെ ഒരു ഫ്രണ്ട് 3-4 പ്രാവശ്യം ജോയിൻ ചെയ്യാൻ നടക്കുന്നുണ്ട്. ഓക്കെ 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 ഗൈസ്, അപ്പം എനിക്കിനി ലെവൽ 300 ആവാൻ നെക്സ്റ്റ് ടൈലും കിട്ടില്ല. ഇപ്പോൾ 60 ആയി. ഇപ്പം ഞാൻ വിചാരിക്കും ഒന്ന് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് മറ്റേ ഈ ഫ്രോസൺ വില്ലേജിൽ പോയിട്ട് നമുക്ക് മറ്റേ ഇങ്ങോട്ട് പോകാം. നമുക്ക് ഓക്കെ നമുക്ക് നമുക്ക് പ്രസനിൽ പോവാം. പ്രസനിൽ നിന്ന് നമുക്ക് ഈ സ്വാൻ വല്ലതും സ്പോണായിട്ടുണ്ടോ നോക്കാം കേട്ടോ. നമുക്ക് സ്വാനിനെയും വാർഡനെയും എടുക്കാം. അറ്റാക്ക് ഓൺ മീ വിത്ത് യുവർ സ്വോർഡ്. ഞാനിപ്പോൾ എന്നാ ചെയ്യും? എനിക്കിപ്പം വേഗം ഒരു ക്വസ്റ്റ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. അയ്യോ, ഞാൻ ക്വസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് തന്നെ തീർത്തോന്നില്ല. രണ്ടെണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ പോകും കേട്ടോ. അട്രാക്ട് ചെയ്യട്ടെ. ഇതാണ് എൻ്റെ പ്ലാൻ. രണ്ടെണ്ണം അവൻ്റെ പുറകിലായിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ഇതെവിടെയാണ് മിസ് കിടന്നത്? ഓക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ഇനി കോമ്പാക്റ്റ് എന്നാ കാണിക്കുന്നത്. അതെ അതെ അതെ, ഇതേപോലെ അവൻ കിടന്ന് മൂവ് ചെയ്ത് അതിന് എന്നെ മാത്രം പിടിക്കുന്നത്. അവൻ തൊട്ട് സൈഡിൽ തൊട്ട് പോലും എന്നെ പിടിക്കുന്നത്. അതെ അതെ, എൻ്റെ പുറകെ വന്നുണ്ട്. ഓക്കെ, ചീഫ് വാർഡൻ്റെ ക്വസ്റ്റ് എന്തായാലും എടുത്തിട്ടുണ്ട്. ചീഫ് വാർഡൻ ക്വസ്റ്റ് എനിക്ക് ഫ്രീ എടുക്കാട്ടോ. ഇനി
വാർഡൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മളിത് ഇപ്പം വാർഡൻ എടുത്തിരിക്കുകയാണ്. അപ്പം ഇതേ ഗൈസ് നമ്മൾ ഇപ്പോൾ ഇത് തീർക്കുവാണ്. നമ്മൾ വാർഡനെ തീർക്കും കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട് ടീച്ചർ കുക്കു ബ്ലോക്ക് ഇപ്പം ഞാൻ ഇതാണ്. നമ്മളിപ്പം ടെലിപ്പോർട്ടായി കഴിഞ്ഞു. ഓക്കെ യെസ് ഗൈസ്, അപ്പം എനിക്ക് തോന്നുന്നില്ല നമ്മളിന്ന് മാഗ്മ വില്ലേജ് നെക്സ്റ്റ് ഐലൻഡ് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഫോണും കൊലോസിയം തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ഈ വൈസ് മിററിൽ വന്നിട്ട് നമ്മുടെ വീഡിയോ നിർത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പം വൈസ് അഡ്മിറലിനെ കൊല്ലാൻ പോകണം. രണ്ട് നമ്മുടെ ലാപ്ടോപ്പിന് ക്ലാസ് ഉണ്ടായിരിക്കും. കളിക്കുന്ന റോളും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്കല്ല ക്യാഷിൻ്റെ അല്ല നോക്കുന്നുണ്ട്. എനിക്ക് മറ്റേ ഈ മാത്തമാറ്റിക്സിൻ്റെ ഇത് പഠിക്കണം. എൻ്റെ ഷോപ്പ് വേസിൻ്റെ ഒരു സാധനമല്ലേ, എന്തിനാട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താറായി. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കണം. ഞാൻ പറഞ്ഞ പോലെ കസ്റ്റം യൂസിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ബായ് ബായ്. ഇതിന് മുമ്പ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് നമ്മൾ ബ്ലോക്സ് റൂട്ടല്ലായിരിക്കും ഗൈസ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇമ്പോസിബിൾ ഹോബിൻ്റെ ആയിരിക്കും. അപ്പോൾ ഗൈസ് ഓക്കെ, അപ്പം അതിന് മുമ്പ് ഞാൻ നിങ്ങൾ വേറെ ഒരു കാര്യം കൂടി കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് ഈ ബ്ലാക്ക് കേപ്പ് എന്ന് പറഞ്ഞ സാധനം വാങ്ങിക്കണമെന്നുണ്ടായിരിക്കും. അതിപ്പോൾ നമ്മൾ ഈ ഒരു ബോസിനൊന്നും അല്ല കൊന്നിട്ടല്ല കിട്ടുന്നത്. അതിപ്പം ഒരു നോർമലി കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമ്മളിത് ഇവിടെ ഉണ്ട് ഏറ്റവും ഇപ്പം ഇതെന്നാണ് ഇങ്ങനെ ആലിയൊക്കെ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ വരുമ്പം ഇതിൻ്റെ മേളിൽ ഏറ്റവും മേളിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഏറ്റവും താഴെ പോവുക. എന്നിട്ട് ഇവിടെ പാർലസ് പറഞ്ഞൊരു ഒരാളുണ്ട്. അയാളോട് സ്പീക്ക് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മണി എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന പോലെ തന്നെ 50 ആണ് വേണ്ടത്. അപ്പം എൻ്റെ നേരത്തെ ഞാൻ ഐറ്റം ഓൺ ചെയ്യുന്നുള്ളൂ, എനിക്ക് വാങ്ങിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവിടെ ചെന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചാൽ മതി 50,000 റുപ്പീസ്. എന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ടൊക്കെ റോൾ ചെയ്യുന്ന പോലെ തന്നെ, എന്ന് വെച്ചാൽ 50,000 ബലി ഗൈസ്, ഒരു ഫ്രൂട്ട് റോൾ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഗൈസ് ബൈ.